ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹയസ്റ്റ്. നസ്രേന യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബൈബിൾ രണ്ട് ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പഴയ നിയമം, ഒന്ന് പുതിയ നിയമം. ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തിനാണ് പഴയ നിയമത്തെ പഴയ നിയമമായിട്ട് കണക്കാക്കുന്നത്? യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പുതിയ നിയമത്തിലാണ്. പക്ഷെ യേശു ക്രിസ്തു പുതിയ നിയമത്തിന്റെ തുടക്കത്തിൽ തന്നെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഐ ഹാവ് നോട്ട് കം ടു അബോളിഷ് ലോ ബട്ട് ടു ഫുൾഫിൽ ദ ലോ എന്നാണ്. ഞാൻ വന്നത് ന്യായപ്രമാണത്തെ നീക്കം ചെയ്യാൻ വേണ്ടിയല്ല, ന്യായപ്രമാണത്തെ പ്രാവർത്തികമാക്കാനാണ് വന്നത് എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. യേശു ക്രിസ്തു ന്യായപ്രമാണത്തെ നീക്കം ചെയ്യാൻ വന്നതല്ലെങ്കിൽ, അത് പ്രാവർത്തികമാക്കാൻ വന്നതാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ പഴയ നിയമത്തെ പഴയ നിയമം എന്ന് പറയുന്നത്? യേശു ക്രിസ്തു എങ്ങനെയാണ് മോശയുടെ ന്യായപ്രമാണത്തെ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് അതിനെ പഴയ നിയമമാക്കി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള നിയമം എന്ന ഒരു സ്റ്റേറ്റസ് ആ ഒരു നിയമത്തിന് കൊടുത്തത്? എന്താണ് ഈ മോശയുടെ ന്യായപ്രമാണം? ഇത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഇസ്രായേൽ മക്കള് മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ട് 3 മാസത്തിന് ശേഷമാണ് അവർ സീനായ് എന്ന മരുഭൂമിയിൽ എത്തുന്നത്. സീനായ് മരുഭൂമിയിൽ മൗണ്ട് സൈനായിൽ വെച്ചാണ് യഹോവ തൻ്റെ മക്കൾക്ക് ന്യായപ്രമാണം എന്ന പേരിലുള്ള ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള കമാൻഡ്മെന്റ്സ്, 10 കൽപ്പനകളിൽ നിന്ന് തുടങ്ങുന്ന പുറപ്പാട് പുസ്തകത്തിലാണ് ഈ ന്യായപ്രമാണത്തിന്റെ തുടക്കം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലാണ്. അവിടം തൊട്ടാണ് ദൈവം അവർക്ക് ന്യായപ്രമാണം കൊടുക്കുന്നതിനെ പറ്റി പറയുന്നത്. മോശയുടെ ന്യായപ്രമാണം നമുക്ക് കാണാൻ സാധിക്കുന്നത് പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം എന്നിങ്ങനെയുള്ള ഈ 4 പുസ്തകങ്ങളിലാണ്. 613 ന്യായപ്രമാണങ്ങളാണ്, അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് എന്നാണ് ചിലർ പറയുന്നത്. ചിലർ അതിനെക്കാട്ടിൽ കൂടുതലുണ്ടെന്ന് പറയുന്നു. കാരണം ഒരുപാട് ലോസ് മാത്രമല്ല, പല ബൈ ലോസും ഉണ്ട് ഈ ഒരു ന്യായപ്രമാണത്തിന്. എന്ത് തന്നെയാണെങ്കിലും ഇതൊരു വലിയ നമ്പറാണ്. മോശയുടെ ന്യായപ്രമാണത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡു ഗുഡ് ഗെറ്റ് ഗുഡ്, ഡു ഈവിൽ ഗെറ്റ് പണിഷ്ഡ് എന്നാണ്. നല്ലത് ചെയ്താൽ നന്മ കിട്ടും, തെറ്റ് ചെയ്താൽ അതിനുവേണ്ടി പ്രായശ്ചിത്തം അല്ലെങ്കിൽ അതിനുള്ള പണിഷ്മെന്റ് നമ്മൾക്ക് കിട്ടിയേ തീരത്തുള്ളൂ. ഈ രക്ഷ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നതാണ്. പക്ഷെ ശിക്ഷ, ഏത് നീതിന്യായ വ്യവസ്ഥകൾക്കും ചെറിയ പാപത്തിന് ചെറിയ ശിക്ഷയും വലിയ പാപത്തിന് വലിയ ശിക്ഷയുമാണ്. പക്ഷെ യഹോവയുടെ കോടതിയിൽ, ദൈവത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയിൽ ഏത് പാപത്തിൻ്റെയും ശിക്ഷ മരണമാണ്. ഏത് പാപത്തിൻ്റെയും ശമ്പളം മരണമാണ്. എന്ന് വെച്ചാൽ ആരെങ്കിലും എന്ത് പാപം ചെയ്താലും അതിനുള്ള ശിക്ഷ അവരുടെ മരണമാണ്. പാപത്തിന്റെ ശമ്പളം അന്നും ഇന്നും മരണം തന്നെയാണ്. പക്ഷെ തൻ്റെ മക്കളെ അനവധിയായിട്ട് സ്നേഹിക്കുന്ന ദൈവം അവിടെയും തൻ്റെ മക്കൾക്ക്, ഇസ്രായേൽ മക്കൾക്ക് ഒരു പ്രൊവിഷൻ കൊടുത്തു. നിങ്ങൾക്ക് പാപം ചെയ്താൽ പ്രായശ്ചിത്തമായിട്ട് പലതരത്തിലുള്ള ഒരു യാഗം നടത്തി, അല്ലെങ്കിൽ സാക്രിഫിഷ്യൽ സിസ്റ്റം യഹോവ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതും ഈ ന്യായപ്രമാണത്തിൻ്റെ കൂടെയുള്ളതാണ്. ലേവ്യ പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇൻ ദ ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 1-5 speaks about 5 different sacrifices: burnt offering, grain offering, peace offering, trespass offering and sin offering. മൃഗങ്ങളെ യാഗം കഴിച്ച് അവർക്ക് പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഒരു അവസരം, അങ്ങനെ ഒരു സിസ്റ്റം ദൈവം ഉണ്ടാക്കി. ഇങ്ങനെ 5 തരത്തിലുള്ള യാഗങ്ങളായിരുന്നു അവരുടെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് ചെയ്യേണ്ടിയിരുന്നത്. കാളകളെയും ആടുകളെയും കുറുപ്രാവുകളെയും ആയിരുന്നു അവര് അന്ന് യാഗം ചെയ്തുകൊണ്ടിരുന്നത്. ഈ യാഗം ചെയ്യുന്നതിനും പലതരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. വലിയ പാപം ചെയ്യുന്നവർക്ക് കാളയെ കൊല്ലണമായിരുന്നു. ചെറിയ പാപമാണെങ്കിൽ ആടായിരിക്കും. കുറച്ചുകൂടെ ഏറ്റവും ചെറിയ പാപമാണെങ്കിൽ കുറുപ്രാവ് മതിയായിരുന്നു. പക്ഷെ അവിടെയും തൻ്റെ മക്കൾക്ക് റിസർവേഷൻ നൽകാൻ ഉള്ള മഹാമനസ്കത, ഗ്രേസ് യഹോവ കാണിച്ചു. കാശില്ലാത്തവർക്ക് കാളയെ കൊടുക്കണ്ട, കാശ് ഉള്ളവർക്ക് കാളയെ കൊടുത്താൽ മതിയായിരുന്നു. കാശ് കുറഞ്ഞവരാണെങ്കിൽ ആടായാലും മതി, തീരെ കാശ് കുറഞ്ഞവരാണെങ്കിൽ പ്രാവായാലും മതി. എത്ര മഹാമനസ്കനാണ്! വാട്ട് എ ഗ്രേസ്ഫുൾ ഫാദർ വി ഹാവ്. എന്തു തന്നെയാണെങ്കിലും ഇങ്ങനെ ഒരു സാക്രിഫിഷ്യൽ സിസ്റ്റം യഹോവ അവർക്ക് വേണ്ടി സ്ഥാപിച്ചു കൊടുത്തു. നമ്മളെപ്പോലെയുള്ള മനുഷ്യരുടെ അകത്യം ഒരുപാട് വർദ്ധിച്ച് പാപങ്ങളുടെ കണക്ക് ഒരുപാട് കൂടിയപ്പോൾ ഈ ഒരു സാക്രിഫിഷ്യൽ സിസ്റ്റം കൊണ്ട് അവരുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റാതെയായി. ഇത് മാത്രമല്ല, ദ ടീം എനിമി, അല്ലെങ്കിൽ നമ്മുടെ സാത്താൻ യഹോവയുടെ മുമ്പിൽ ചെന്ന് രാവും പകലും തൻ്റെ മക്കളെക്കുറിച്ച് കുറ്റം ആരോപിക്കാൻ തുടങ്ങി. ഇതിനെപ്പറ്റി റെവലേഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. റെവലേഷൻസ് 12:5 ആണെന്ന് തോന്നുന്നു. അതിനകത്ത് പറയുന്നുണ്ട്, രാവും പകലും തൻ്റെ മക്കളുടെ കുറ്റം ആരോപിക്കാൻ
സാത്താൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമായിരുന്നു എന്നുള്ളത്. നമ്മൾ പാപികളാണെന്ന് പറഞ്ഞ് അക്യൂസ് ചെയ്യുമ്പോൾ ദൈവത്തിന് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് ശിക്ഷ നടപ്പാക്കിയേ പറ്റത്തുള്ളൂ. പക്ഷേ പാപത്തിന്റെ ശമ്പളം മരണമാണ്. വ്യഭിചാരിയായ ഒരു സ്ത്രീയെ യേശുക്രിസ്തുവിന്റെ അടുക്കൽ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി പരീശന്മാര് കൊണ്ടുവരുന്നതായിട്ട് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. വ്യഭിചാരം ചെയ്താൽ മാത്രമായിരുന്നില്ല മരണം ശിക്ഷയായിട്ടുണ്ടായിരുന്നത്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ അതിന്റെ അപ്പുറവും ഇപ്പുറവും നിന്നതും രണ്ട് കള്ളന്മാരായിരുന്നു. ഞാൻ പിടിച്ചിരിക്കുന്ന ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അവർ ദുഷ്പ്രവർത്തിക്കാരായിരുന്നു എന്നതാണ്. ദുഷ്പ്രവൃത്തിയോ കൊള്ളയോ ഇതൊക്കെ ചെയ്യുന്നവർക്കും ഉള്ള അവരുടെ ശിക്ഷയാണ് മരണം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. യേശുക്രിസ്തുവിനെ കൊല്ലാൻ പരീശന്മാർ ഉപയോഗിച്ചതും ബ്ലാസ്ഫമി അല്ലെങ്കിൽ ദൈവദൂഷണം പറഞ്ഞു എന്നുള്ള കള്ളക്കേസിൽ കുടുക്കിയായിരുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഏത് തരത്തിലുള്ള പാപമാണെങ്കിലും അന്ന് അവർക്ക് മരണം വിധിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച്. അങ്ങനെയായാൽ ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാവരും മരണത്തിന് യോഗ്യരാണ്. പാപം ചെയ്യാത്തവൻ ഒരുത്തൻ പോലുമില്ല എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ യഹോവയ്ക്ക് തന്റെ മക്കളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ, നമ്മളെ ഓരോരുത്തരെയും ശിക്ഷ വിധിച്ച് മരണത്തിന് വിട്ടുകൊടുക്കാൻ മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു വഴി കണ്ടെത്തിയേ മതിയായിരുന്നുള്ളൂ. മനുഷ്യരുടെ പാപം കവറപ്പ് ചെയ്യാൻ മനുഷ്യരുടെ ചോര ചിന്തിയേ മതിയാകുന്നുള്ളായിരുന്നു. പാപിയായ മനുഷ്യന്റെ തെറ്റിനെ മറയ്ക്കാൻ പാപമില്ലാത്ത ഒരു മനുഷ്യൻ യാഗമൃഗമായിട്ട് തീരേണ്ടിയിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യനെ എവിടെ കിട്ടും? അങ്ങനെ ഒരാളെ എവിടെ കിട്ടും? ഈ ലോകത്തിലെങ്ങും ഒരു പാപമില്ലാത്ത മനുഷ്യൻ ഇല്ലാത്തത് കൊണ്ട് മറ്റൊരു ലോകത്തിൽ നിന്നും ഒരാള് വരേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു യഹോവയുടെ പ്ലാൻ ബി. ഹെവൻസ് ഓഫ് ദ ഹെവൻസ് കുഡ് നോട്ട് കണ്ടെയ്ൻ ഹിം. സർവ്വവ്യാപിയുമായിരുന്ന യഹോവ ഒരു കുഞ്ഞു ഉദരത്തിൽ, കന്യകയുടെ ഉദരത്തിൽ യേശുക്രിസ്തുവിന്റെ രൂപത്തിൽ ജഡം ധരിച്ച് മനുഷ്യനായിട്ട് പിറവിയെടുത്തു. എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിക്കാൻ ഒരു കുഞ്ഞ്, അന്ന് 2024 വർഷങ്ങൾക്ക് മുമ്പ് മരിക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് പിറവിയെടുത്തു. കീപ് വാച്ചിങ്. യഹോവ സിടുക്കേനു, യഹോവ എൻ്റെ നീതി. Come fall in love with Jesus and fall in love with the word of God.